ADM നവീൻ ബാബുവിൻ്റെ മരണം അത് ദുരൂഹമായി തന്നെ നിലനിൽക്കുന്നു. കേരളത്തിലെ വലിയധികം ചർച്ച നടത്തിയതാണ്. ആ മരണത്തിൻ്റെ ദുരൂഹത ഇന്നും നീങ്ങിയിട്ടില്ല. എന്താണ് യഥാർത്ഥത്തിൽ നവീൻ ബാബുവിന് സംഭവിച്ചത്? ആ കേസിൻ്റെ സാഹചര്യങ്ങളെല്ലാം മലയാളിക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്. പിന്നെ എവിടെയാണ് ആ അന്വേഷണത്തിൽ തെറ്റുപറ്റിയെന്നുള്ളതാണ് നോക്കേണ്ടത്. ഞാൻ ആ കേസിൻ്റെ സാഹചര്യങ്ങളെല്ലാം നമുക്കും ജനങ്ങൾക്കും എല്ലാവർക്കും അറിയാം. PP ദിവ്യയുടെ ഇൻവോൾവ്മെൻ്റ് ഒക്കെ അറിയാം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്താണ് യഥാർത്ഥത്തിൽ നടന്നത്? ഇതൊരു ആത്മഹത്യയാണോ കൊലപാതകമാണോ? ഇതാണ് പ്രസക്തമായ ചോദ്യം. അതിനകത്ത് ഞാൻ ഇപ്പോൾ കണ്ടിരിക്കുന്നത് അതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കണ്ടു, ഇൻക്വസ്റ്റ് റിപ്പോർട്ടും കണ്ടു. അത് മാത്രം വെച്ച് ഒരു വിശകലനമാണ്. അത് ഒരു കൊലപാതകത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. എവിടെയാണ് പോലീസിന് തെറ്റുപറ്റിയത്? അല്ലെ പോലീസിൻ്റെ അന്വേഷണം പാളിപ്പോയത് എവിടെ? അല്ലെങ്കിൽ എന്തുകൊണ്ട് പോലീസ് ചില കാര്യങ്ങൾ അന്വേഷിച്ചില്ല? ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ ന്യായമായി നമുക്ക് വരും. പക്ഷേ ആ കേസിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർക്ക് അല്ലെ 2 ഡോക്ടർമാർക്ക് വലിയ വീഴ്ച ഇതിനകത്ത് സംഭവിച്ചു. അത് മനഃപൂർവ്വം ചെയ്ത വീഴ്ചയായിട്ട് തന്നെ കണക്കാക്കേണ്ടി വരും. കാരണം പോസ്റ്റ്മോർട്ടം അതുപോലെ ഇൻക്വസ്റ്റും നോക്കുന്ന ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ മനസ്സിൽ കൂടെ ചില കാര്യങ്ങൾ പോകും. അത് വളരെ കൃത്യമായിരിക്കും. ആ ഇൻക്വസ്റ്റിലെ കാര്യങ്ങൾ, അത് ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ആ ഇൻക്വസ്റ്റ് തയ്യാറാക്കിയ അവിടുത്തെ ഒരു ASI ആണ്. അദ്ദേഹത്തിന് വലിയ രാഷ്ട്രീയ ചായ്വൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. കണ്ട കാര്യം എഴുതി വെച്ചതിനകത്ത് ഒരു കാര്യം മാത്രമേ എടുക്കുന്നുള്ളൂ. കാരണം അദ്ദേഹത്തിൻ്റെ അണ്ടർവെയറിൽ അതിനടിയിൽ രക്തമുണ്ടായിരുന്നു. അത് ഇൻക്വസ്റ്റ് തയ്യാറാക്കിയപ്പോഴാണ് കണ്ടിരിക്കുന്നത്. അത് ഡോക്ടർ കണ്ടില്ല, പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ കണ്ടില്ല. എന്താണ് അത് കാണാത്തത്? എവിടെ നിന്നാണ് ആ രക്തം വന്നത്? വരാൻ സാധ്യത ഒരു ബ്ലീഡിങ് ആ പൃഷ്ഠഭാഗത്തിന് താഴെ അല്ലെങ്കിൽ ഗ്രോയിൻ ഏരിയയിൽ ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ഇൻക്വസ്റ്റ് സത്യം പറഞ്ഞിരിക്കുന്നു. അത് നമുക്കറിയാം. ഗ്രോയിൻ ഏരിയയിൽ അല്ലെ നമ്മുടെ ലോവർ ഭാഗത്ത് ആകെ 2 ഹോളുകളാണുള്ളത്. ഒന്ന് റെക്റ്റം, മലം പോകാനുള്ള ഭാഗത്തുകൂടിയുള്ള ഒരു ഹോള്. പിന്നെ നമുക്ക് നമ്മുടെ സെക്ഷൽ ഓർഗൻ്റെ അവിടെ ഒരു ഓറിഫൈസ്, അവിടെ ഒരു ഹോള്, മൂത്രം പോകുന്ന അതിലെയാണ്. പിൻവശത്തൂടെ മലം പോകുന്നതാണ്. ഈ 2 ഹോള് മാത്രമേ ഉള്ളൂ. എൻ്റെ ഒരു കണക്ക് അല്ലെ എൻ്റെ ഒരു അവലോകനം അനുസരിച്ച് ആ ബ്ലഡ് വന്നത് കൃത്യമായി മനുഷ്യ ശരീരത്തിൽ നിന്ന് ഓറിഫൈസിൽ കൂടെ വന്നതാണ്. അത് കഴുകിക്കളഞ്ഞിട്ടുണ്ടാവാം നേരത്തെ, എങ്കിലും അത് താമസിക്കും തോറും ആ ബ്ലഡ് അല്ലെങ്കിൽ ബോഡി റിഗർ മോർട്ടിസിലേക്ക് പോകുന്നതിന് മുമ്പ് വീണ്ടും അത് ഊറി വന്നുകൊണ്ടിരിക്കും ശരീരത്തിൽ നിന്ന്. അതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ എവിടെയോ ഒരു ക്ഷതം ആ ഗ്രോയിൻ ഏരിയയിൽ ഉണ്ടായി. അതാണ് അതിൻ്റെ ഒരു ശാസ്ത്രീയമായ നിഗമനം. അതാർക്കും തർക്കിക്കാൻ കഴിയില്ല. ബ്ലഡ് കണ്ടെത്തി കഴിഞ്ഞു. ഈ ബ്ലഡിൻ്റെ കാര്യമൊന്നും ഫോറൻസിക്കിലെ ഡോക്ടർ പറയുന്നുമില്ല, കണ്ടിട്ടുമില്ല, അല്ലെങ്കിൽ അങ്ങനെ സപ്രസ് ചെയ്തു എന്ന് പറയേണ്ടി വരും. ഏതായാലും ശരീരത്തിൻ്റെ ഗ്രോയിൻ ഏരിയ ഭാഗത്തുനിന്ന് രക്തം ഒഴുകി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇനി നമ്മൾ നോക്കുമ്പോൾ പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റിലെ ലിഗേച്ചർ മാർക്ക്, കഴുത്തിലെ ആ പ്ലാസ്റ്റിക് വയറ് മുറുകി കഴുത്ത് ഞെരിഞ്ഞ് കഴുത്ത് ശ്വാസം മുട്ടി മരിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ലിഗേച്ചർ മാർക്ക് നോക്കിയപ്പം ആ ADMൻ്റെ കഴുത്തിൻ്റെ ഇടതുവശം ചെവിയുടെ താഴെ ആ കെട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് ആ നോട്ട് വന്നിരിക്കുന്നത്. ആ നോട്ട് വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ഭാഗം കഴുത്തും തലയും അല്പം ഉയർന്നു, മറ്റു വശത്തേക്ക് ചെരിഞ്ഞുമാണ് തൂങ്ങി നിൽക്കുന്ന ആളുടെ തല നിൽക്കേണ്ട അവസ്ഥ. അപ്പം കഴുത്തിൻ്റെ ഇടതുവശത്താണ് കുരുക്ക് വീണിരിക്കുന്നതുകൊണ്ട് വെയിറ്റ് അവിടെ നിന്ന് കെട്ടിപ്പൊക്കുന്നത് കൊണ്ട് വലതുവശത്തേക്ക് തല താന്നിരിക്കും. അന്നേരം ആത്മഹത്യ ചെയ്യുമ്പം ഒരു മാൻഡേറ്ററി ആയി ഇൻവേരിയബിളി തീർച്ചയായിട്ടും അവിടുന്ന് സലൈവ അല്ലെങ്കിൽ ഉമിനീര് ആ കെട്ടിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലെ ആ ചുണ്ടുകൾക്കിടയിൽ ആ കോർണറിൽ കൂടെ ഒഴുകണം.
സലൈവയുടെ കാര്യം ഡോക്ടർ മിണ്ടിയിട്ടില്ല, പറഞ്ഞില്ല. ആത്മഹത്യക്ക് മാൻഡേറ്ററിയാണ് സലൈവ മാത്രമല്ല, ഈ ആത്മഹത്യക്ക് അത് സലൈവ ഒഴുകുന്നതോടൊപ്പം തന്നെ മലം അല്പം പോകാം. അത് സെക്സ് ഓർഗനിൽ കൂടെയും ചില സാധനങ്ങൾ വെളിയിൽ വരും. അപ്പോൾ അത് ഈ ADMൻ്റെ കാര്യത്തിൽ അതുണ്ടായില്ല. കാരണം അദ്ദേഹത്തിന് മലം ഇല്ല എന്നാണ് ഡോക്ടർ എഴുതിയിരിക്കുന്നത് പോസ്റ്റ്മോർട്ടത്തിൽ. മലമേ ഇല്ല, യൂറിനേ ഇല്ല. വളരെ അതിശയകരമായിരിക്കുന്നു ഡോക്ടറെ ആ നിഗമനം. അയാളൊരു ഫോറൻസിക് ഡോക്ടർ അല്ല എന്ന് ഞാൻ പറയും. കാരണം അതിലൂടെ മലത്തിൽ കൂടെയും അല്ലെങ്കിൽ ശരീരത്തിൻ്റെ പിൻവശത്തെ ഓറിഫൈസിൽ കൂടെ മലം വെളിയിൽ വരണം. പ്രത്യേകിച്ച് കഴുത്ത് ഞെരിക്കുമ്പോൾ, ശ്വാസം മുട്ടുമ്പോൾ മലം വരും. അതിനകത്ത് സ്പേം വരും, അല്ലെങ്കിൽ ശുക്ലം വരും. അത് പുരുഷനാണെങ്കിൽ പെനിസിൽ കൂടെ അത് വരണം. ഇത് രണ്ടും വന്നിട്ടില്ല. അത് ഫോറൻസിക് ഡോക്ടർ എഴുതിയിട്ടുണ്ട്, വന്നിട്ടില്ല. എന്തുകൊണ്ട് വന്നില്ല, എന്തുകൊണ്ട് അത് എഴുതിയില്ല? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം ഫോറൻസിക് ഡോക്ടർ ഇതിനകത്ത് കളിച്ചു. കാരണം വിസറയുടെ കാര്യം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നില്ല. എവിടെ പോയി വിസറ? ഒരു ഫോറൻസിക് ഡോക്ടർമാരെ മാൻഡേറ്ററി ആയിട്ട് കൃത്യമായിട്ട് അവർ ഒരാളെ ആത്മഹത്യ ചെയ്താലും ശരി, അല്ലെങ്കിൽ വിഷം കഴിച്ചാലും ശരി, കൊലപാതകം നടത്തിയാലും ശരി, അയാളുടെ വിസറ കെമിക്കൽ എക്സാമിനർ ലാബറട്ടറിയിൽ അയക്കണം. അത് അയച്ച കാര്യം ഇതിനകത്ത് പറയുന്നില്ല. ഏറ്റവും വലിയ ഒരു പാളിച്ച ഈ പോസ്റ്റ്മോർട്ടത്തിൽ കാണുന്നത് വിസറയുടെ കാര്യം ഡോക്ടർ മിണ്ടിയിട്ടില്ല. പോസ്റ്റ്മോർട്ടത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അവിടെയാണ് പോലീസിന് തെറ്റുപറ്റിയത്. ഡോക്ടറുടെ കളിയാണോ ഡോക്ടർക്ക് തെറ്റുപറ്റിയത്? എന്തുകൊണ്ട് വിസറ അയച്ചിട്ടില്ല? ആ വിസറ ഇനി അയക്കണമെന്നുണ്ടെങ്കിൽ ആ വിസറയുടെ ഇനി അതൊരു കള്ളത്തെളി ഉണ്ടാക്കാൻ വേണ്ടി അയക്കുകയാണെങ്കിൽ തന്നെയും അതിൻ്റെ DNA എടുക്കേണ്ടി വരും. വിസറയ്ക്കകത്ത് സാധാരണഗതിയിൽ ഡോക്ടർമാർ അയക്കേണ്ടത് ശരീരത്തിൽ നമ്മൾ മരിക്കുന്നതിന് മുമ്പ് എന്ത് ആഹാരം കഴിച്ചു എന്ന് നമുക്കറിയാം. അത് ഡൈജസ്റ്റ് ചെയ്തിട്ടുണ്ടോ, ദഹിച്ചിട്ടുണ്ടോ, അതോ ആഹാരം അതേപടി സ്റ്റൊമക്കിലെ ആമാശയത്തെ കിടക്കുന്നെങ്കിൽ ആഹാരം കഴിച്ച ഉടനെ മരണം. അത് പാർഷ്യലി പകുതിയെങ്കിലും ദഹിച്ചിട്ടുണ്ടെങ്കിൽ 1-2 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. ആഹാരം കഴിച്ച ശേഷം 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് മരണം. 4-5 മണിക്കൂർ കഴിയുമ്പോൾ അത് ദഹിച്ച് തീർന്നു. അതിനുശേഷമാണ് ദഹിച്ച ആഹാരമാണ് വയറ്റിൽ കിടക്കുന്നത്. അത് ദഹിച്ച് തീർന്നെങ്കിൽ ആ ദഹിച്ച് തീർന്ന ശേഷമാണ് മരണം. ഇതാണ് വയറിനകത്തുള്ള വിസറ അയക്കുന്നതിൻ്റെ പ്രാധാന്യം. അപ്പോൾ അതിവിടെ നടന്നില്ല. വിസറയ്ക്കകത്ത് സാധാരണഗതിയിൽ ഡോക്ടർ അയക്കേണ്ടത് പോസ്റ്റ്മോർട്ടം സമയത്ത് ഹൃദയം അയക്കണം, ലങ്സ് അയക്കണം. അത് ചെസ്റ്റിൻ്റെ ഭാഗത്തുള്ള ഈ 2 സാധനങ്ങൾ, ഹാർട്ടും അതുപോലെ ലങ്സും അയക്കണം. മാൻഡേറ്ററിയാണ്. ചെയ്തില്ല ഡോക്ടർ അവിടെ. ഇനി ആബ്ഡമൻ, വയറിനവിടെ നിന്ന് അയക്കേണ്ട സാധനങ്ങൾ ലിവർ, കരള്, പാൻക്രിയാസ്, അതുപോലെ തന്നെ ചെറുകുടൽ, വൻകുടൽ, ഇൻഡസ്റ്റൈൻ. ഇത്രയും സാധനങ്ങൾ ആണ് ഫോറൻസിക്കുകാർ, ഡോക്ടർ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നയാൾ അത് കെമിക്കൽ എക്സാമിനർ അയക്കുന്നത്. ഇതിനകത്തുനിന്ന് പല നിഗമനം, പൊട്ടാസ്യം സയനൈഡ് കഴിച്ചോ, വിഷം കഴിച്ചോ, ആഹാരം എത്ര മണിക്കൂർ ദഹിച്ചിട്ടുണ്ട്, അത് ലിവറിൽ ഏതെങ്കിലും പോയിസൺ എത്തിയിട്ടുണ്ടോ, ലങ്സിൻ്റെ പ്രവർത്തനം എന്താണ്, അത് ലങ്സിന് നീര് വന്നിട്ടുണ്ടോ, ഇതൊക്കെ നമുക്കറിയാൻ പറ്റും ഇതിനകത്ത്. പക്ഷേ ഇതൊന്നും പരിശോധിക്കാനുള്ള അവസരം ഡോക്ടർ കൊടുത്തില്ല. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് ഈ കാര്യം ഡോക്ടർ പറയുന്നില്ല. അയച്ചോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല, പറയുന്നില്ല. അപ്പോൾ അവിടെ വലിയൊരു വീഴ്ച പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർക്ക് പറ്റിയിരിക്കുന്നു. അപ്പം ഇനി മറ്റൊരു കാര്യം, ഈ ആളുടെ വിസറ അയച്ചില്ല, ഉറപ്പ്. ഡോക്ടർ ആ ഇന്നർ ബ്രീഫിനകത്ത് അല്ലെങ്കിൽ അടിവസ്ത്രത്തിൻ്റെ അല്ലെങ്കിൽ ജഡ്ഡിയുടെ അടിയിൽ കണ്ട ആ ബ്ലഡ് ഡോക്ടർ എന്തുകൊണ്ട് കണ്ടില്ല? അത് എവിടുന്ന് വന്നു ആ ബ്ലഡ്? അപ്പം ഗ്രോയിൻ ഏരിയയിൽ ഒരു പ്രഷർ കൊടുത്താൽ, പുരുഷനായാലും സ്ത്രീ ആയാലും ശരി, നല്ലൊരു പ്രഷർ കൊടുത്താൽ ആൾ അബോധാവസ്ഥയിലേക്ക് പോകും. അവിടെ നിന്ന് ഗ്രോയിൻ ഏരിയയുള്ള ഒരു ചവിട്ട് കൊണ്ടോ അല്ലെങ്കിൽ ഒരു പ്രഷർ അപ്ലൈ ചെയ്തിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും സ്പേം പോകാം, അതേ സമയത്ത് മലം പോകാം. പോസ്റ്റ്മോർട്ടം ഡോക്ടർ ഇതിനകത്ത് മലമേ ഇല്ല, യൂറിനേ ഇല്ല,
വളരെ അതിശയകരമായിരിക്കണം ആ നിഗമനം. അത് ഡോക്ടർ കണ്ടെത്തിയ കാര്യം വസ്തുതയാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ADMന്റെ കേസിനകത്ത് നമ്മൾ നോക്കിക്കോണം, രാവിലെ അദ്ദേഹം ബ്രേക്ക്ഫാസ്റ്റ് ആഹാരം കഴിച്ചിരിക്കുന്നു മരിച്ച ദിവസം. അത് എവിടെ നിന്നാണെന്ന് പോലീസ് കണ്ടെത്തണം, ഇല്ലെങ്കിൽ ഇനിയെങ്കിലും കണ്ടെത്തണം. ആഹാരം കഴിച്ച് ഉച്ചയ്ക്ക് സെൻഡ് ഓഫ് ആണ്, നല്ല ഹെവി മീൽസാണ്, അത് കഴിച്ചിട്ടുണ്ട്. 4 മണിക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചായ, അതും കഴിച്ചിട്ടുണ്ട്. നമ്മൾ പകൽ കഴിക്കുന്നതും ഉച്ചയ്ക്ക് കഴിക്കുന്നതും രാത്രി കഴിക്കുമ്പം അത് കഴിക്കുന്നതിന് രാവിലത്തെയും ഉച്ചയ്ക്കത്തെയും കഴിഞ്ഞ് ചിലപ്പം നമ്മൾ ബാത്റൂമിൽ പോയി മലം വെളിയിലിട്ട് തള്ളും. ഇല്ലെന്നുണ്ടെങ്കിൽ രാത്രി കഴിഞ്ഞാലും ശരി, രാത്രി നമ്മൾ ബാത്റൂമിൽ പോയാലും ശരി, വീണ്ടും രാവിലെ നമ്മൾ എല്ലാവരും ബാത്റൂമിൽ പോകുന്നത്. കക്കൂസി പോകുമ്പം അവിടെ നമുക്ക് മലമുണ്ട്. അങ്ങനെയുള്ള അത്രയും ആഹാരം കഴിച്ച നമുക്കൊക്കെ മലം കാണേണ്ട ആ പരിസ്ഥിതി തന്നെയാണ് ADMനും ഉള്ളത്. എന്തുകൊണ്ട് ഒരു മലവും ഇല്ല എന്ന് ഡോക്ടർ എഴുതി. അതുകൊണ്ട് യൂറിനറി ബ്ലാഡറിൽ ഒരു മൂത്രവും ഇല്ല. വളരെ അതിശയകരമായിരിക്കും. അവിടെയാണ് ഏറ്റവും വലിയ ഫേറ്റലായ ഫോൾട്ട് വന്നിരിക്കുന്നത്. ആ ഡോക്ടർക്ക് പോസ്റ്റ്മോർട്ടം അറിയില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അയാൾ എങ്ങനെയാണ് ഇത് പഠിച്ചു വന്നതെന്ന് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് ആ കുറേ അധികം കാര്യങ്ങൾ ആ പോസ്റ്റ്മോർട്ടത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇത് തീർച്ചയായിട്ടും ഒരു മർഡറിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. പല കാര്യങ്ങളും ഡോക്ടർ ഇതിനകത്ത് സപ്രസ് ചെയ്തിരിക്കുന്നു. കാരണം ആ ബോഡി ഇപ്പം നമുക്ക് അവൈലബിൾ അല്ല, അത് ദഹിപ്പിച്ച് കളഞ്ഞു. ഇങ്ങനെയുള്ള ഒരു സംശയത്തിൻ്റെ പുറത്ത് ഒരിക്കലും അത് ദഹിപ്പിച്ചോട്ടെ, 2 ആഴ്ച കഴിഞ്ഞിട്ട് മതിയായിരുന്നു. അതെന്തുകൊണ്ട് ചെയ്തില്ല? പോലീസ് എന്തുകൊണ്ട് അത് തടഞ്ഞില്ല? ആരോപണങ്ങൾ ഇങ്ങനെ പത്രത്തിൽ മല പോലെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നമ്മൾ കണ്ടല്ലോ, ചാനലുകളെല്ലാം കണ്ടല്ലോ, വീട്ടുകാർക്ക് ആരോപണം ഉണ്ടല്ലോ. എന്തുകൊണ്ട് പോലീസ് അത് തടഞ്ഞില്ല? ആ ഡെഡ് ബോഡി പ്രിസർവ് ചെയ്യണമായിരുന്നു, അത് പോലീസ് തയ്യാറായില്ല. ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ അതും തയ്യാറായില്ല. ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടാക്കിയെന്ന് വിചാരിച്ചാൽ ഈ ഫോറൻസിക്കിൻ്റെ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്യാൻ കഴിവുള്ള ഒരാൾ വേണം ആ ഡോക്ടറെ ചോദ്യം ചെയ്യാൻ. അതിന് എക്സ്പീരിയൻസ് വേണം, മനുഷ്യ ശരീരത്തെ പറ്റി നല്ല അവബോധം വേണം. അതിനകത്ത് ആ ഒരു കാര്യത്തിന് നല്ല ജ്ഞാനമുള്ള ഒരാൾക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അയാളെ ചോദ്യം ചെയ്യുന്നത് അങ്ങനെയുള്ളൊരു വ്യക്തിയായിരിക്കണം. അതിവിടെ ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും ഈ മരണം ഒരു കൊലപാതകത്തിലേക്ക് തന്നെ വെളിച്ചം വീശുന്നതാണ്. ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് എൻ്റെ ഒരു നിഗമനം, അങ്ങനെയാണ് വരുന്നത്. സൂയിസൈഡ് ചെയ്ത ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് തന്നെയല്ല, മുനീശ്വരൻ കോവിൽ വരെ ഇദ്ദേഹം പോയി എന്ന് വാർത്ത നമ്മൾ കണ്ടു. വൈകിട്ട് 8:55 ട്രെയിനാണ് ഇദ്ദേഹം വീട്ടിലേക്ക് പോകേണ്ടത്, റിസർവ് ചെയ്തിട്ടുണ്ട്. ഭാര്യയും മക്കളെടുത്ത് അവിടെ ചെങ്ങന്നൂർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് അല്ലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് വരെ സൂയിസൈഡ് ചെയ്യണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമില്ല എന്ന് പ്രിസംഷൻ. തീർച്ചയായിട്ടും ആഗ്രഹമില്ല. കാരണം ഭാര്യയും മക്കളെയും സ്നേഹിക്കുന്ന അദ്ദേഹം രാവിലെ അവിടെ വന്ന് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയണമായിരുന്നു. അത് സൂയിസൈഡ് ചെയ്യാൻ പോകുന്ന ഒരാൾ തീർച്ചയായിട്ടും അത് പറയും, വേണ്ട ഞാൻ വന്നോളാം. സൂയിസൈഡിൻ്റെ കാര്യം പറയണ്ട. കാരണം ഭാര്യയും മക്കളെയും പെൺകുട്ടികളെയും അദ്ദേഹം സ്നേഹിക്കുന്നുണ്ട്, നമുക്കെല്ലാവർക്കും അറിയാം. അവർ വെറുതെ ഇയാൾ മരിക്കുന്ന സന്ദർഭത്തിൽ എന്തിനാണ് അവിടെ വന്ന് നിൽക്കുന്നത് എന്നാണ് ചിന്തിക്കുകയുള്ളൂ. ഒരു സൂയിസൈഡ് നോട്ട് കാണുന്നില്ല. അദ്ദേഹം ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ പോലെ ഉള്ള ക്യാരക്ടറുള്ള ഒരാൾ, എല്ലാ കാര്യത്തിനും കുറിപ്പെഴുതുന്നയാൾ, താൻ മരിക്കുന്നതിൻ്റെ കാരണവും തീർച്ചയായിട്ടും എഴുതി വെക്കും. അതിവിടെ ഇല്ല. അപ്പോൾ അതൊരു ആത്മഹത്യയിലേക്ക് പോയിട്ടില്ല എന്ന് തന്നെയാണ് അതിൻ്റെ ഇൻഡിക്കേഷൻ. അദ്ദേഹം തൂങ്ങി നിന്ന് നമ്മൾ ആലോചിക്കണം. തൂങ്ങി നിന്നത് അത് ഒരു കോഡാണ്, മൊബൈൽ ഫോണിൻ്റെ ഏതോ ഒരു വയറാണ്. അപ്പോൾ ആ വയർ 55 കിലോ, അദ്ദേഹത്തിൻ്റെ 55 കിലോ 58 കിലോ താങ്ങാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്ക് സംശയമാണ്. അത് എവിടുന്ന് വന്നു, എങ്ങനെ, അതൊക്കെ സംശയാസ്പദമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് ഈ ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം ആ ലിഗേച്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കഴുത്തിനകത്ത് തൂങ്ങിയിട്ടുണ്ടെങ്കിൽ, അല്ലെ കഴുത്ത് കെട്ടിയിട്ടാണ് തൂങ്ങിയിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ ലിഗേച്ചർ മാർക്കുണ്ട്. കഴുത്തിലെ ആഴത്തിലുള്ള മുറിവ്, പ്രത്യേകിച്ച് ഒരു കയറിനെക്കാട്ടിലും ഒരു സാരിയെക്കാട്ടിലും വളരെ ഡീപ്പായ ഊണ്ട് കഴുത്തിന് ചുറ്റും ഉണ്ടാവണം. അപ്പോൾ അതുണ്ടായത് മാത്രമല്ല, 55 കിലോ ആ വയറ് താങ്ങുമോ ഇല്ലയോ എന്നുള്ള പ്രശ്നം അവിടെയുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ആലോചിക്കുമ്പം ഇതൊന്നും ഈ
ADMന്റെ കാര്യത്തിൽ ആരും പരിശോധിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ വീണാമണി എന്ന് പറഞ്ഞ ഒരു സ്ത്രീ പറയുന്നത് മുനീശ്വരൻ കോവിലിനോട് അദ്ദേഹത്തിനെ ഒരു വെള്ളക്കാറിൽ ഒരു ഇന്നോവ കാറിൽ കയറ്റിക്കൊണ്ടുപോയി എന്ന് പറയുന്നുണ്ട്. അവരെ ചോദ്യം ചെയ്യണ്ടേ പോലീസ്? അവരൊരു നോർമൽ സ്ത്രീയാണ്, അവർ അബ്നോർമൽ ആണെന്ന് പാർട്ടിക്കാർ പറയുന്നുണ്ട്. അല്ല, അവർ പല കാര്യങ്ങളും പറയുന്നുണ്ട്, അതിനകത്ത് സത്യം ഉണ്ടെന്ന് പോലീസ് നോക്കണം, കൂലങ്കഷമായിട്ട് അതൊക്കെ നോക്കണം. അതുപോലെ തന്നെ പോലീസിൻ്റെ ഇൻക്വസ്റ്റിലെ ആ ഒരൊറ്റ പോയിന്റ് അത് തീർച്ചയായിട്ടും ഇതിൻ്റെ മരണത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. ആ ബ്ലീഡിങ് അത് ഗ്രോയിൻ ഏരിയയിൽ ഒരു പ്രഷർ എക്സെർട്ട് ചെയ്തിട്ടുണ്ട്, അതിനുശേഷം കെട്ടിത്തൂക്കി എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് പോലീസ് സ്പെഷ്യൽ ടീം ഇപ്പോഴും ഫങ്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പരിശോധിക്കണം, അതിൽ നിന്നൊരു റിസൾട്ട് ഉണ്ടാകണം. സത്യവും നീതിയും അനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ നീക്കാവുള്ളൂ. അതിനകത്ത് രാഷ്ട്രീയമോ ജാതിയോ മതമോ ഒന്നും കയറ്റാൻ പാടില്ല പോലീസ്. ഏതായാലും ആ മുറിയിൽ ആരെങ്കിലും ഫിംഗർ പ്രിൻ്റ് ഉണ്ടോ എന്ന് പരിശോധിച്ചിട്ടുണ്ടോ? അത് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഫിംഗർ പ്രിൻ്റ് ഉണ്ടെങ്കിൽ എക്സ്കൺവിറ്റി ഒന്നും കിട്ടത്തില്ല. സംശയമുള്ള ആൾക്കാർ ധാരാളം പേരുണ്ടെങ്കിൽ 100 പേരുണ്ടെങ്കിൽ 100 പേരുടെ ഫിംഗർ പ്രിൻ്റ് എടുക്കണം. പ്രശാന്ത് ഉൾപ്പെടെയുള്ള, പ്രശാന്തിൻ്റെ കൂടെ വിജിലൻസിന് കംപ്ലൈൻ്റ് അയച്ച വേറൊരാളുണ്ട്. അവരുടെ ആ ഒരു ഗ്യാങ്ങിൻ്റെ, അദ്ദേഹത്തിൻ്റെ ഡ്രൈവറായിരുന്ന ആ ഡ്രൈവർ, ആ പോലീസിലെ തന്നെ ഒരു പോലീസുകാരനുണ്ടായിരുന്നു, ADMന്റെ സെക്യൂരിറ്റിയിലുള്ള, അവരുടെ എല്ലാം അതൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതുകൊണ്ടാണ് അവരുടെ എല്ലാവരുടെയും ഫിംഗർ പ്രിൻ്റ് നമ്മൾ എടുക്കണം. കാരണം ഇതുമായിട്ട് സംശയിക്കുന്ന ഗ്യാങ്ങുകൾ എത്ര പേരുണ്ടോ, 100 പേരുണ്ടെങ്കിൽ 100 പേരുടെയും ഫിംഗർ പ്രിൻ്റ് എടുക്കണം. അവിടുന്ന് ഫിംഗർ പ്രിൻ്റ് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. ഏതായാലും ഒരു ഇന്നോവ കാറിൽ മുനീശ്വരൻ കോവിലിൽ അവിടെ മുതൽ അവിടെ നിന്ന് ഇറങ്ങിയെന്ന് ഡ്രൈവർ പറയുന്നുണ്ട്. ഒരു കോള് വന്നു, കാസർഗോഡ് നിന്ന് വന്നു. അദ്ദേഹം നേരത്തെ ഇരുന്ന സ്ഥലങ്ങളാണ്. ആ കോള് വന്നപ്പോൾ ഇറങ്ങി. അദ്ദേഹത്തിന് ഏറ്റവും അടുപ്പമുള്ള ഒരാൾ വിളിച്ചാൽ, പാർട്ടിക്കാരനായാലും അല്ലാത്ത ആളായാലും ചിലപ്പോൾ അയാൾ ഇറങ്ങും. കാരണം 6-6:30 മണി ആയിട്ടുള്ളൂ, 8:55 ട്രെയിൻ. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇറങ്ങിയെന്നും വരാം. പക്ഷേ വീട്ടിലേക്ക് പോയ മനുഷ്യനാണെന്ന് നമ്മൾ വിചാരിച്ചോണം. എല്ലാം അവിടുന്ന് മുറി പൂട്ടി താക്കോലേൽപ്പിച്ച് അവിടുന്ന് യാത്ര പറഞ്ഞ് പുതിയ പത്തനംതിട്ടയിലേക്കുള്ള അവിടുത്തെ പോസ്റ്റിംഗ് വന്ന് ചാർജ് എടുക്കാൻ, അതിന് മുമ്പ് വീട്ടിലേക്ക് വരാൻ ഭാര്യയും മക്കളും ഒക്കെ പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തിനെ സ്നേഹിക്കുന്ന പാർട്ടിക്കാരെല്ലാവരും അവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ എന്ത് സംഭവിച്ചു എന്ന് ഇന്നും അജ്ഞാതമാണ്. പക്ഷേ ഇത് സുപ്രീം കോടതിയിലേക്ക് ADMന്റെ ഭാര്യ പോകുന്നു എന്ന് പറയുന്നുണ്ട്. ഈ ഒരു കോൺട്രഡിക്ഷനൊക്കെ അതിനകത്ത് വരുന്നത് നല്ലതാണ്, നീതി ലഭിക്കാനായിട്ട്. ഇത് ഒരു ശാസ്ത്രീയമായ ഒരു പഠനം നടത്തിയതാണ്, ഇൻക്വസ്റ്റും അതോടൊപ്പം തന്നെ ഈ പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ്. അതിനകത്ത് വന്ന ചില കോൺട്രഡിക്ഷൻസ്, അതിന് ഉത്തരവാദി തീർച്ചയായിട്ടും അതിനകത്ത് എഴുതാതെ പോയത്, അത് എഴുതിയത് ഒരു ഫോറൻസിക് ഡോക്ടറെ ഒപ്പീനിയൻ അല്ലാത്ത രീതിയിൽ തോന്നുന്നൊക്കെ ആ 2 ഡോക്ടർമാരുടെ കുഴപ്പം തന്നെ ആണ്. അതിപ്പം ക്രോസ് ചെക്ക് ചെയ്യാനും അവരെഴുതി വെച്ച കാര്യങ്ങൾ വീണ്ടും ഒന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ ഡെഡ് ബോഡി ഇപ്പം അവൈലബിളും അല്ല. അതുകൊണ്ട് അത് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമുണ്ട്. അത് ഞാൻ അവസാനം പറയാൻ വെച്ചിരുന്ന കാര്യം അതാണ്. കാരണം ഒരാൾ മരിച്ചാൽ, നമ്മൾ മലന്ന് കിടന്ന് മരിച്ചാൽ ബാക്കിലാണ് ആ പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ് വരുന്നത്. നമ്മൾ കമന്ന് കിടന്ന് മരിച്ചാൽ നമ്മുടെ വയറിലും ചെസ്റ്റ് ഭാഗത്തും ഒക്കെയാണ് പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ് എന്ന് പറയുന്നത് വരുന്നത്. പക്ഷേ ഈ നവീൻ ബാബുവിൻ്റെ പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ് ഞാൻ കണ്ടിരിക്കുന്ന അന്തം വിട്ടുപോയി. കാരണം കഴുത്തിൻ്റെ പിന്നിലാണ് പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ്. അതിൻ്റെ അർത്ഥം മലർന്നു കിടന്ന് മരിച്ചു എന്നാണ്. തൂങ്ങി മരിക്കുന്ന ഒരാളുടെ കാലും കയ്യിലുമാണ് പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ്. കാരണം തൂങ്ങി നിൽക്കുമ്പം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ട് ബ്ലഡ് താഴോട്ട് സെറ്റിൽ ചെയ്യുന്നത് കയ്യിലും കാലിലുമാണ്. പക്ഷേ ഇയാളുടെ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ് ഓൺ ദ ബാക്ക് സൈഡ് ഓഫ് നെക്കെന്ന് തന്നെ എഴുതി കാണിച്ചിട്ടുണ്ട്. ഏതായാലും അന്വേഷണ ടീം ഈ വിവരങ്ങൾ വീണ്ടും കൂലങ്കഷമായിട്ട് പരിശോധിക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന.